ഹലോ ഹായ് എല്ലാവർക്കും ലേണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, ഓരോ ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മൾ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. ജൂലൈ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് അല്ലെ, ജൂലൈയിലെ ആദ്യത്തെ ആഴ്ചയിൽ ജൂലൈ 1 തൊട്ട് 7 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് ജൂലൈ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചാണ്, പക്ഷെ നമുക്കതിന് സാധിച്ചില്ല. പക്ഷെ ജൂലൈ 8 തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ജൂലൈ 8, 9, 10 3 ദിവസത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം ജൂൺ മാസം തുടങ്ങിയിട്ടുള്ള പ്രത്യേകത എന്താണ്, ജൂൺ മാസത്തിന്റെ പ്രത്യേകത എന്താണ്. ഒരു കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ കഴിഞ്ഞ ജൂൺ തൊട്ട് ഈ ജൂൺ വരെ, അല്ലെങ്കിൽ ഈ ജൂൺ തൊട്ട് അടുത്ത ജൂൺ വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ വളരെ വൃത്തിയിൽ പഠിക്കേണ്ടത് അല്ലെ, അടുത്ത എക്സാമിന് വരുമ്പോൾ. അപ്പൊ ജൂൺ ടു ജൂൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ജൂലൈ മാസത്തിലെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ്. പേപ്പർ നമ്മൾ അരിച്ച് പെറുക്കാൻ പോവുകയാണ്. എല്ലാ കാര്യങ്ങളും ഇപ്പൊ പേപ്പർ വായിച്ചിട്ട് നോട്ട്സ് തയ്യാറാക്കാൻ സമയമില്ലാത്തവർ കുറേ പേരുണ്ട്. അവർക്കൊക്കെ ഇത് എന്തായാലും ഉപകാരപ്പെടും. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് സമയം ഒട്ടും കളയാനില്ല. നമ്മൾ പേപ്പർ വായിക്കാൻ പോവാണ് അല്ലെ. പേപ്പറിൽ ഓരോ ലൈനിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് എന്തായാലും ഉപകാരപ്പെടും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ഫ്രീ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെന്റ്? വാട്ട് ഈസ് ദ നെയിം ഓഫ് ഫ്രീ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെന്റ്? അതായത് കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് എന്താണ്? കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണെന്നാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് ആയുഷ്മാൻ ഭാരത്. കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണ്? ആയുഷ്മാൻ ഭാരത് ആണ്. ആയുഷ്മാൻ ഭാരതിന്റെ പരിരക്ഷ 5 ലക്ഷം രൂപയായിരുന്നു. അതിപ്പോ 10 ലക്ഷം രൂപയാക്കി ഉയർത്താനാണ് പരിപാടി. ഓക്കെ, അപ്പൊ 5 ലക്ഷം രൂപയിൽ നിന്ന് 10 ലക്ഷം രൂപയാക്കി ഉയർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും പദ്ധതിയുടെ ഭാഗമാക്കാനുള്ള ചർച്ചകളും സജീവമാണ്. അനുമതി ലഭിച്ചാൽ ജൂലൈ 23 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, പദ്ധതിയിൽ അംഗങ്ങളായ നിർധന കുടുംബങ്ങളിലുള്ളവർക്കാണ് നിലവിൽ പ്രായപരിധി ഇല്ലാതെ സൗജന്യ ചികിത്സ ലഭിക്കുന്നത്. അതാണ് ഇനി വരുമാന പരിധി നോക്കാതെ 70 മുകളിലുള്ള എല്ലാവർക്കുമായി നൽകാൻ ആലോചിക്കുന്നത്. ഇതിനായി 2 മാതൃകകളാണ് ദേശീയ ആരോഗ്യ അതോറിറ്റി സമർപ്പിച്ചിരിക്കുന്നത്. ആയുഷ്മാൻ ഭാരതിന്റെ ലക്ഷ്യം എന്തൊക്കെയാണ്? വരുമാനം കുറഞ്ഞവർക്കായി കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് ഒന്നാമത്തെ കാര്യം. അത് പ്രാബല്യത്തിൽ വന്നത് 2018 സെപ്റ്റംബറിലായിരുന്നു. ഗവൺമെന്റ് ആശുപത്രികളിലെയും പദ്ധതിയിൽ ചേർത്തിട്ടുള്ള സ്വകാര്യ ആശുപത്രികളെയും ചികിത്സയ്ക്കുള്ള പരിരക്ഷ എന്നുള്ളതാണ് അടുത്തൊരു ഗോളായിട്ട് ആയുഷ്മാൻ ഭാരതിനായിട്ട് കണക്കാക്കപ്പെടുന്നത്. നിലവിലുള്ള രോഗങ്ങൾക്കും പരിരക്ഷ ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ 70 മുകളിലുള്ള എല്ലാവർക്കും ആയുഷ്മാൻ ഭാരതിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുമെന്നാണ് നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു സൂചന നൽകിയിരിക്കുന്നത്. BJPയുടെ പ്രകടന പത്രികയിലും ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇടക്കാല ബജറ്റിൽ 7200 കോടി രൂപയാണ് പദ്ധതിക്കായി വിഭാഗീകരിച്ചിരിക്കുന്നത്. ആശാവർക്കർമാരെയും അംഗനവാടി ജീവനക്കാരെയും പദ്ധതിയുടെ ഭാഗമാക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, ഹു ഈസ് ദ ന്യൂ പ്രസിഡന്റ് ഓഫ് ഇറാൻ? ഇറാനിലെ പുതിയ പ്രസിഡന്റ് ആരാണ്? The right answer is Masoud Pezeshkian. Masoud Pezeshkian is the new president of Iran. ഇറാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മസൂദ് പെസെഷ്കിയാന്റെ വിജയം 2 ഘട്ടങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ നേടിയെടുത്തതാണ്. ഫലം പുറത്തു വന്നതിന് പിന്നാലെ നടത്തിയ പ്രസംഗത്തിൽ പെസെഷ്കിയാൻ പറഞ്ഞത് ഈ ജയം ഇറാൻ രാഷ്ട്രീയത്തിൽ പുതിയ അധ്യായം തുറക്കുമെന്നാണ്. 2013 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരരംഗത്തുണ്ടായിരുന്നെങ്കിലും അവസാന നിമിഷം സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുകയായിരുന്നു. 2021 തെരഞ്ഞെടുപ്പിലാകട്ടെ സ്ഥാനാർത്ഥിയാകാനുള്ള അപേക്ഷ തന്നെ തള്ളപ്പെട്ടു. ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിലാകട്ടെ പരിഷ്കരണവാദികളിൽ മത്സരാനുമതി കിട്ടിയ ഏകയാളുമാണ് പെസെഷ്കിയാൻ. അപ്പൊ ഇറാന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മത്സര യോഗ്യതയുണ്ട്, ഒരു യോഗ്യത വേണം. എന്താണത്? സർവകലാശാല മാസ്റ്റർ ബിരുദം വേണം. അപ്പോൾ PG വേണം. എന്തിന്? പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇറാനിൽ മത്സരിക്കാൻ. പ്രായം 40-75 ആയിരിക്കണം. അതുപോലെ തന്നെ 50% വോട്ടും വേണം. അപ്പൊ ഇറാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയതിന്റെ 50% വോട്ട് കിട്ടുന്നയാളാണ് ജയിക്കുക. ആർക്കും 50% വോട്ട് കിട്ടില്ലെങ്കിൽ മുന്നിലെത്തുന്നവർ തമ്മിൽ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് ഉണ്ടാവും. ഇത്തവണ ജൂൺ 28 നടന്ന ആദ്യ വോട്ടെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്കും ജയത്തിന് ആവശ്യമായ 50% വോട്ട് കിട്ടിയില്ല. അപ്പൊ ജൂലൈ 5 വീണ്ടും വോട്ടെടുപ്പ് നടക്കാനുണ്ടായത്. അങ്ങനെയാണ് പെസെഷ്കിയാൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട പെസെഷ്കിയാൻ ഇറാന്റെ 13ാമത്തെ പ്രസിഡന്റ് ആണ്. നമ്മൾ പറഞ്ഞു മത്സര യോഗ്യത എന്ന് പറയുന്നത് സർവകലാശാല മാസ്റ്റർ ബിരുദമാണ്. അതുപോലെ തന്നെ പ്രായം 40-നും 75-നും ഇടയിലായിരിക്കണം. 50% വോട്ടും വേണം അല്ലെ. കാലാവധി 4 വർഷമാണ്. 4 വർഷമാണ് പ്രസിഡന്റിന്റെ കാലാവധി. 2021 പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇബ്രാഹിം റൌസി ആയിരുന്നു. മെയ് 19 ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതിനെ തുടർന്നാണ് ഇടക്കാല തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്.
അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, ഹു ഈസ് സെലക്ടഡ് ആസ് ന്യൂ കോച്ച് ഓഫ് ശ്രീലങ്ക ടീം? അല്ലെ, ശ്രീലങ്കയുടെ പുതിയ കോച്ചായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് സനത് ജയസൂര്യ. മുൻ ക്യാപ്റ്റൻ സനത് ജയസൂര്യയെ ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിന്റെ താൽക്കാലിക പരിശീലകനായിട്ടാണ് ലങ്കൻ ക്രിക്കറ്റ് ബോർഡ് നിയമിച്ചിരിക്കുന്നത്. ജൂലൈ 27 ആരംഭിക്കുന്ന ഇന്ത്യ ശ്രീലങ്ക പരമ്പരയിലാകും ജയസൂര്യ ചുമതലയേൽക്കുക. 3 വീതം 2020 ഏകദിന മത്സരങ്ങളാണ് ഇന്ത്യയുടെ ലങ്കൻ പര്യടനത്തിനുള്ളത്. തുടർന്ന് നടക്കുന്ന ശ്രീലങ്കയുടെ ഇംഗ്ലണ്ട് പര്യടനത്തിലും ജയസൂര്യ ആയിരിക്കും ടീമിന്റെ പരിശീലകൻ. 55-കാരനായ ജയസൂര്യ മുൻപ് ദേശീയ ടീമിന്റെ ചീഫ് സെലക്ടറായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് കേട്ടോ. 2020 ലോകകപ്പിലെ ദയനീയ പ്രകടനത്തിന് പിന്നാലെ ടീമിന്റെ ഹെഡ് കോച്ച് ക്രിസ് സിൽവർവുഡ് രാജിവെച്ചിരുന്നു. ഇതോടെയാണ് ജയസൂര്യ താൽക്കാലിക പരിശീലകനായി ലങ്കൻ ബോർഡ് പ്രഖ്യാപിച്ചത്. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, വിച്ച് മന്ത് റെക്കോർഡഡ് ദ ഹോട്ടസ്റ്റ് ടെമ്പറേച്ചർ ഇൻ ദ വേൾഡ് ദിസ് ഇയർ? അതായത് ഈ വർഷം ലോകത്ത് ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തിയത് ഏത് മാസത്തിലാണ്? ഈ വർഷം 2024 അല്ലേ ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തിയത് ഏത് മാസത്തിലാണ് എന്നാണ് ചോദ്യം. റൈറ്റ് ആൻസർ ഈസ് ജൂൺ. ജൂൺ മാസത്തിലാണ് ലോകത്തെ ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. യൂറോപ്യൻ യൂണിയൻ കാലാവസ്ഥ ഏജൻസിയായ കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസിന്റെ C3S കണ്ടെത്തലനുസരിച്ച് ലോകത്തെ ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തിയത് ജൂൺ മാസം എന്നാണ് കണക്കെടുപ്പ്. ജൂൺ 16 മുതൽ 24 വരെ ലോകമെമ്പാടും ഉയർന്ന താപനിലയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ 62 കോടിയടക്കം ലോകത്തെ 60% ജനങ്ങളെയും ഇത് ബാധിച്ചിട്ടുമുണ്ട്. ഒരു വർഷമായി ലോകമെമ്പാടും സ്ഥിരമായി താപനില കൂടി നിൽക്കുകയാണ്. കഴിഞ്ഞ ജൂണിൽ രേഖപ്പെടുത്തിയത് റെക്കോർഡ് ചൂടാണ്. 2015 പാരീസ് ഉച്ചകോടിയിൽ ആഗോള താപനില തോത് വ്യവസായ യുഗത്തെ അപേക്ഷിച്ച് ശരാശരി 1.5 ഡിഗ്രി സെൽഷ്യസിൽ കൂടാതെ കാക്കണമെന്നായിരുന്നു ധാരണ. എന്നാൽ 2023 ജൂലൈ 2024 ജൂൺ കാലത്ത് വ്യവസായ യുഗത്തെ അപേക്ഷിച്ച് ശരാശരി 1.5 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂട് എല്ലാ മാസവും അനുഭവപ്പെടുന്നുണ്ട്. ഇത് 1991 2020 ഘട്ടത്തെ ശരാശരിയേക്കാൾ 0.76 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ്. വ്യവസായ യുഗത്തിന് മുൻപുള്ള ശരാശരി താപനിലയേക്കാൾ 1.64 ഡിഗ്രി സെൽഷ്യസ് കൂടുതലുമാണ്. ഭൂമിയുടെ ഉപരിതല താപനിലയും റെക്കോർഡ് വർധനയാണ് കാണിക്കുന്നത്. വ്യവസായ യുഗത്തെ അപേക്ഷിച്ച് ശരാശരി 1.2 ഡിഗ്രി സെൽഷ്യസ് കൂടിയിട്ടുണ്ട്. 1991 2020 ശരാശരിയേക്കാൾ 0.67 ഡിഗ്രി സെൽഷ്യസും 2023 ജൂണിനേക്കാൾ 0.14 ഡിഗ്രി സെൽഷ്യസുമാണ് ഉപരിതല താപനിലയിലെ വർധന. സമുദ്രോപരിതലത്തിലെ ചൂടും ഈ ജൂണിൽ റെക്കോർഡായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കൊടും ചൂടും വൻ പ്രളയവും കനത്ത കാറ്റും ലോകമെങ്ങും ഉണ്ടായി. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ 1901 ശേഷമുള്ള ഏറ്റവും കൂടിയ ചൂടാണിതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണ്ടെത്തൽ. 100-ലധികം മരണത്തിനും ഇത് വഴിവെച്ചെന്നാണ് കരുതപ്പെടുന്നത്. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, വിച്ച് ഇസ് ദ ഫസ്റ്റ് ഇൻഡിജിനിയസ്ലി പ്രൊഡ്യൂസ്ഡ് ഹൈഡ്രജൻ ട്രെയിൻ ഇൻ ഇന്ത്യ? അതായത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് വന്ദേ മെട്രോ. ഇന്ത്യയിൽ ഏറ്റവും വേഗമേറിയ ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം, ഹു ഈസ് ദ ഇന്ത്യൻ ഫുട്ബോളർ സെലക്ടഡ് ഫോർ ഫിഫാസ് വീഡിയോ ക്യാമ്പ് പാസ് ദ മെസ്സേജ് ടു കിക്ക് ഔട്ട് കൊറോണ വൈറസ്? അതായത് ഫിഫയുടെ പാസ് ദ മെസ്സേജ് ടു കിക്ക് ഔട്ട് കൊറോണ വൈറസ് വീഡിയോ ക്യാമ്പയിനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഫുട്ബോൾ താരം ആരാണ്? റൈറ്റ് ആൻസർ ഈസ് സുനിൽ ഛേത്രി. രാജ്യാന്തര ഫുട്ബോളിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമാണ് സുനിൽ ഛേത്രി. ഫുട്ബോൾ ഡൽഹിയുടെ പ്രഥമ ഫുട്ബോൾ രത്ന അവാർഡിന് അർഹനാണ് സുനിൽ ഛേത്രി. സുനിൽ ഛേത്രിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 3 ഡൽഹിയിൽ ഫുട്ബോൾ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. രാജ്യാന്തര ഫുട്ബോൾ ഗോൾ നേട്ടത്തിൽ പെലെയെ മറികടന്ന ഇന്ത്യൻ ഫുട്ബോൾ താരവുമായി തന്നെയാണ് സുനിൽ ഛേത്രി തന്നെയാണ്. രാജ്യാന്തര ഫുട്ബോളിൽ പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ രണ്ടാമത്തെ ഏഷ്യൻ താരവും സുനിൽ ഛേത്രി തന്നെയാണ്. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം, വിച്ച് ഈസ് സെൽഫ് മീറ്റർ റീഡിംഗ് ആപ്പ് ടു ടേക്ക് മീറ്റർ റീഡിംഗ് ഓട്ടോമാറ്റിക്കലി ആൻഡ് പേ വാട്ടർ ബിൽ ത്രൂ സ്മാർട്ട് ഫോൺ? അതായത് സ്മാർട്ട് ഫോണിലൂടെ മീറ്റർ റീഡിംഗ് സ്വയം എടുത്ത് കുടിവെള്ള ബിൽ അടയ്ക്കാനുള്ള സെൽഫ് മീറ്റർ റീഡിംഗ് ആപ്ലിക്കേഷന്റെ പേരെന്താണെന്നാണ് ചോദ്യം. The right answer is K-Self. K-Self is a self-meter reading app to take meter reading automatically and pay water bill through smartphone. അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം, what is the term JN1 Pirola that has been
സീൻ ഇൻ ദ ന്യൂസ് റീസെൻ്റ്ലി, അതായത് അടുത്തിടെ വാർത്തകൾ ഇടം പിടിച്ച JN1, പിരോള എന്നീ പദങ്ങൾ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്? ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്? ഏതാണ്? ദ റൈറ്റ് ആൻസർ ഈസ് COVID-19. JN1, പിരോളയൊക്കെ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? COVID-19. രാജ്യത്ത് ആദ്യമായി COVID-19 ഉപവകഭേദമാണ് JN1 കേട്ടോ. COVID-19 ഉപവകഭേദം. അപ്പോൾ രാജ്യത്ത് ആദ്യമായി COVID-19 ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള JN1 റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളമാണ്. 2019 COVID-19 ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ചൈനയിലെ വുഹാൻ പട്ടണത്തിലായിരുന്നു. അപ്പോൾ കൊറോണയും ഇൻഫ്ലുവൻസും ചേർന്നുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഫ്ലോറോണ എന്താണ്? കൊറോണയും ഇൻഫ്ലുവൻസയും ചേർന്നുണ്ടാകുന്ന രോഗമാണ് ഫ്ലോറോണ. അപ്പോൾ രാജ്യത്ത് ആദ്യമായി COVID-19 ഉപവകഭേദമായിട്ടുള്ള JN1 റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്. എന്നാൽ 2019 COVID-19 ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ചൈനയിലെ വുഹാൻ പട്ടണത്തിലുമാണ്. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം, വേർ ദ വേൾഡ്സ് ലോങ്സ്റ്റ് റെയിൽവേ പ്ലാറ്റ്ഫോം കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്, അതായത് ലോകത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ പ്ലാറ്റ്ഫോം നിലവിൽ വന്നത് എവിടെയാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഹുബ്ബള്ളി. ഹുബ്ബള്ളിയിലാണ് ലോകത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ പ്ലാറ്റ്ഫോം നിലവിൽ വന്നിരിക്കുന്നത്. 550 മീറ്റർ നീളമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ 1ാം നമ്പർ പ്ലാറ്റ്ഫോം നീളം കൂട്ടിയിട്ട് 1505 മീറ്റർ ആക്കിയതോടെയാണ് 1ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം, വിച്ച് ഇസ് ദ മിഷൻ ഓഫ് ദ ഇന്ത്യൻ എയർഫോഴ്സ് ദാറ്റ് ബ്രോട്ട് ബാക്ക് ദ എക്സ്പാട്രിയേറ്റ് സ്റ്റാൻഡേർഡ് ഇൻ അതർ കൺട്രീസ് ഡ്യൂ ടു COVID-19? അതായത് COVID-19 മൂലം മറ്റു രാജ്യങ്ങളിൽ കുടുങ്ങിയ പ്രവാസികളെ തിരിച്ചെത്തിച്ച ഇന്ത്യൻ വ്യോമസേന ദൗത്യം ഏതായിരുന്നു? അല്ലെങ്കിൽ ആ ദൗത്യത്തിന്റെ പേര് എന്താണ്? ദ റൈറ്റ് ആൻസർ ഈസ് വന്ദേ ഭാരത്. വന്ദേ ഭാരത് is the mission of the Indian Air Force that brought back the expatriated stranded in other countries due to the COVID-19. നമ്മൾ പറഞ്ഞു COVID-19 മൂലം മറ്റു രാജ്യങ്ങളിൽ കുടുങ്ങിയ പ്രവാസികളെ തിരിച്ചെത്തിച്ച ഇന്ത്യൻ വ്യോമസേന ദൗത്യമാണ് വന്ദേ ഭാരത് എന്ന് പറഞ്ഞു അല്ലേ. നാവികസേന ദൗത്യം ഏതായിരുന്നു? COVID-19 തുടർന്ന് വിദേശത്ത് അകപ്പെട്ട ഇന്ത്യക്കാരെ തിരിച്ചെത്തിച്ച നാവികസേനയുടെ ദൗത്യത്തിന്റെ പേരാണ് സമുദ്ര സേതു. ചോദിക്കാറുണ്ട് കേട്ടോ, സമുദ്ര സേതു. അതുപോലെ തന്നെ COVID-19 നേരിടാൻ ഇന്ത്യൻ ആർമി ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ നമസ്തേ. അപ്പോൾ ഏതൊക്കെയാണ്? വന്ദേ ഭാരത് അല്ലെ, എയർഫോഴ്സിന്റെ വന്ദേ ഭാരത്, അതുപോലെ തന്നെ നാവികസേനയുടെ സമുദ്ര സേതു, അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയുടെ ഓപ്പറേഷൻ നമസ്തേ. ഓക്കെ, അപ്പം നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ജൂലൈ 8, 9, 10 ഈ ദിവസത്തിലെ കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞത്. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേൺ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.